ഇസ്രായേൽ അമേരിക്ക സംയുക്ത ആക്രമണം. തെക്കൻ ബഗ്ദാദിലെ ഖതൈബ് മേഖലയിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളാണ് ആക്രമണം ഘടിപ്പിച്ചിരിക്കുന്നത്. പ്രദേശത്ത് കനത്ത നാശനഷ്ടമുണ്ടായി എന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നു. അതേസമയം ജോർദാനിലെ തീരദേശ നഗരമായ അഖബയിൽ അപായ സൈറണുകൾ മുഴങ്ങുന്നുണ്ട്. കെ സജീഷ് ചേരുകയാണ് വാർഡസ്കിൽ നിന്ന്. സജീഷ്, മറ്റ് കേന്ദ്രങ്ങളിൽ കൂടി ഇറാൻ ആക്രമണം ഘടിപ്പിക്കുന്നു. ഇതാ ഇറാഖിലെ വിവരങ്ങൾ വരികയാണ്. ഒപ്പം ജോർദാനിൽ നിന്നും വിവരങ്ങൾ വരുന്നു. ഒരുപക്ഷെ അമേരിക്കയുടെ താവളങ്ങളിൽ ഏറ്റവും സുപ്രധാനമായതൊന്ന് ജോർദാനിലാണ്. അവിടെയും അപായ സൈറണുകൾ മുഴങ്ങുന്നുണ്ട്. എത്രത്തോളം നാശമുണ്ടായിട്ടുണ്ട് എന്നത് സംബന്ധിച്ച് വിവരങ്ങൾ വരണം. പക്ഷേ ആക്രമണം തുടർച്ചയായി സമാന്തരമായി എല്ലായിടങ്ങളിലും ഇറാൻ നടത്തുന്നു എന്നുള്ളതാണ്. വിനീത, ഇപ്പോൾ ഈ ഇസ്രയേലിൻ്റെയും ഒപ്പം തന്നെ അമേരിക്കയുടെയും ഇറാൻ്റെ നേരെയുള്ള ആക്രമണത്തിന് പരിധികൾ കടക്കുകയാണ്. ഗൾഫ് മേഖലയ്ക്ക് പുറമെ അത് ജോർദാൻ ഉൾപ്പെടെയുള്ള മേഖലകളിലേക്കും വ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സ്വാഭാവികം നമുക്കറിയാം, ഈ ലെബനനിലെ ഹിസ്ബുള്ള വിങ്സ് കൂടുതലായിട്ടും റോക്കറ്റ് ആക്രമണം അമേരിക്കയ്ക്കെതിരെ വിക്ഷേപിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തിരിച്ചടിക്കാൻ ഇസ്രയേലും അമേരിക്കയും തീരുമാനിച്ചത്. ഇത് പല ഭാഗങ്ങളിലേക്ക് മാറിപ്പോകുന്നൊരു സാഹചര്യമുണ്ട്. ഇതിന് തിരിച്ചടിയായിട്ട് ഇറാനും ഈ അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും പ്രധാനപ്പെട്ട സൈനിക താവളമായ ഇറാഖിലെയും ഒപ്പം തന്നെ ജോർദാനിലെയും തീരദേശ മേഖലയിലേക്ക് ആക്രമണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് നേരത്തെ നമുക്ക് ലഭിച്ച വിവരമനുസരിച്ച് ഇറാഖിലെ എർബിൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സ്ഫോടനം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ കുർദിഷ് സ്വയംഭരണ പ്രദേശമായി ഇവിടെ സഖ്യകക്ഷികളുടെ സൈന്യം തമ്പടിച്ചിരിക്കുന്ന ഒരു മേഖലയാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളായി 2 തവണയായിട്ട് എർബിൽ ആക്രമണം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് വീണ്ടും ഇതേ മേഖലയിൽ ആക്രമണം ഉണ്ടായത്. ഇപ്പോൾ ലെബനനിലെ ഹിസ്ബുള്ള ടീമിനെതിരെ അതിശക്തമായ ആക്രമണം ഇസ്രയേൽ അഴിച്ചുവിട്ടിട്ടുണ്ട്. ഏതാണ്ട് 31 പേർ ഇതിനകം കൊല്ലപ്പെട്ടു എന്നാണ് റോയിട്ടേഴ്സ് അടക്കമുള്ള അൽജസീറ അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇവിടെ 100-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ലെബനനിലെ ഹിസ്ബുള്ള പ്രൊക്സിക്കെതിരെ ആക്രമണ പരമ്പര തന്നെ അഴിച്ചുവിടും എന്ന ഇസ്രയേലിൻ്റെ മുന്നറിയിപ്പിൻ്റെ പശ്ചാത്തലത്തിൽ വലിയ തോതിലുള്ള ഒരു ഒഴിഞ്ഞുപോക്കാണ് ലെബനനിൽ ഉടനീളം കാണുന്നത്. ജനങ്ങളെല്ലാം തന്നെ പ്രധാന മേഖലകൾ, തലസ്ഥാനമായ ബെയ്റൂട്ട് അടക്കമുള്ള പ്രധാനപ്പെട്ട മേഖലകളിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയാണ്. നഗരങ്ങളിലെല്ലാം തന്നെ വലിയ തോതിൽ ആയിരക്കണക്കിന് 10,000-കണക്കിന് പേർ ഒഴിഞ്ഞു പോകുന്നതിൻ്റെ ഭാഗമായിട്ട് വലിയ തോതിൽ ഗതാഗത കുരുക്കടക്കം അനുഭവിക്കുന്നുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ വിനീത് പറഞ്ഞതുപോലെ കൂടുതൽ കാഷ്വാലിറ്റികൾ കൂടുതൽ മേഖലയിലേക്ക് വ്യാപിക്കുന്നു. മറ്റൊന്ന്, ഇറാൻ അതിശക്തമായി തിരിച്ചടിക്കുകയും ചെയ്യുന്നു. അതിന് സ്വാഭാവികമായിട്ടും ഇത് ഈ യുദ്ധം എത്രത്തോളം നീണ്ടുപോകും എന്നൊരാശങ്കയും ഇപ്പോഴും ഉയർന്നു വരുന്നുണ്ട്. ഏതായാലും ജോർദാനും ഇറാഖിലേക്കും കൂടി ഈ ആക്രമണങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആക്രമണങ്ങളും തിരിച്ചടികളും ഉണ്ടായതോടുകൂടി ഗൾഫ് മേഖലയ്ക്ക് പുറമേക്ക് കൂടി പശ്ചിമേഷ്യ പൂർണ്ണമായും ഈ ഒരു യുദ്ധത്തിലേക്ക് നീളുകയാണ്, അല്ലെങ്കിൽ വീഴുകയാണ്. അതിൻ്റെ പ്രത്യാഘാതം വലിയ ഗുരുതരമാവുകയും ചെയ്യും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. എന്തൊക്കെയാണ് ഇറാൻ ഇനിയും കാത്തുവെച്ചിരിക്കുന്നത്, എവിടെയൊക്കെ ആക്രമണം നടത്തുമെന്നതിൽ ഇപ്പോഴും വ്യക്തതകളില്ല. ഒരുപക്ഷെ GCC എല്ലാ രാഷ്ട്രങ്ങളിലും ആക്രമണം നടത്തി കഴിഞ്ഞു. ഒമാനിൽ മാത്രമാണ് ഇന്നിപ്പോൾ ആക്രമണം ഉണ്ടാകാതെ ഇരുന്നിരിക്കുന്നത്. കുവൈത്തിൽ ഒപ്പം ബഹ്റൈനിലൊക്കെ തന്നെയും ആക്രമണം നടന്നതായി വിവരങ്ങൾ വരുന്നു. നോക്കൂ, ജനവാസ മേഖലയിലല്ല ആക്രമണം എന്നതാണ് ഏക ആശ്വാസകരമായ കാര്യം. പക്ഷേ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ, US-ന്റെ താവളങ്ങളുള്ള ഇടങ്ങൾ, അവിടെയൊക്കെ ആക്രമണം നടത്തുമ്പോൾ തൊട്ടടുത്തുള്ള ഇടങ്ങളിലേക്കും ഈ മിസൈലുകൾ എത്തുമോ എന്ന ആശങ്കയുണ്ട്. മാത്രമല്ല, ഈ മിസൈലുകൾ ആകാശത്ത് വെച്ച് തന്നെ നശിപ്പിക്കപ്പെടുമ്പോൾ അതിന്റെ അവശിഷ്ടങ്ങൾ, ഡ്രോണിന്റെ ഉൾപ്പെടെ അവശിഷ്ടങ്ങൾ താഴേക്ക് പതിച്ച് തീപിടിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പലയിടങ്ങളിലും ആ രീതിയിൽ തന്നെയാണ് പലർക്കും പരിക്കേൽക്കുന്നത്.